ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. ഇത് ഒരു വെറൈറ്റി ഉപ്മാവാണ് കേട്ടോ. ഉപ്മാവാണെന്ന് വിചാരിച്ച് നിങ്ങൾ അയ്യോ ഉപ്മാവല്ലേ അത് വേണ്ടാന്ന് വിചാരിക്കണ്ട. ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ചെയ്താൽ ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്മാവായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ ചൂടായിരിക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഗീയോ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വളരെ ചെറുതായി ചോപ്പ് ചെയ്ത ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചേർത്താലും മതിയാകും കേട്ടോ. കാരണം ഇഞ്ചി കൂടുതൽ ചേർത്താൽ ഉപ്മാവിൽ കഴിക്കുമ്പോഴേക്കും അത് കടിക്കുന്നത് ഒരു ഇറിറ്റേഷനായിട്ട് തോന്നും. പക്ഷേ ഇഞ്ചിയുടെ ടേസ്റ്റ് ഈ ഉപ്മാവിൽ വരുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് എണ്ണയിൽ കിടന്ന് ഒരുപാട് അങ്ങോട്ട് മൊരിയണ്ട, എന്നാലും ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവ് നിങ്ങളുടെ അനുസരിച്ച് ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എരിവ് മതിയെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കാം. എന്നിട്ട് ഈ പച്ചമുളക് ഒന്ന് സോട്ടായി കഴിയുമ്പോൾ ഇതിലേക്ക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു വലിയ സവാള ഞാനിതിലേക്ക് ചേർക്കുകയാണ്. സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ പച്ചമുളകും ഇഞ്ചിയും വേപ്പില ആദ്യം പൊട്ടിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ചേരുവകളെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുകയാണ് പതിവ്. പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചമുളകൊക്കെ പച്ചച്ച് കിടക്കുകയില്ല. ഇഞ്ചിയും നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ടാവും. ഇഞ്ചി വളരെ കുറച്ച് ചേർത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇനി ഈ സവാള ഒന്ന് നന്നായിട്ട് സോട്ടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില ആദ്യമല്ല കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ ഇതിനിടയ്ക്കാണ് ഞാൻ വേപ്പില ചേർക്കുന്നത്. പിന്നെ ഈ സവാളയ്ക്ക് വേണ്ട ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത്. വളരെ കുറച്ച് ഉപ്പ്, സവാളയ്ക്ക് വേണ്ട മാത്രം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് സവാളയുടെ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കാപ്സിക്കം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ. 2 ടീസ്പൂൺ മാത്രം മതിയാകും. അതിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കത്തിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ അബ്സോർബ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം. ഞാനിവിടെ 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്ന മെഷർമെൻറ്റ് കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ് എന്താണെന്ന് വെച്ചാൽ ആ മെഷർമെൻറ്റ് കപ്പിന് തന്നെ അതിൻ്റെ പകുതിയും കൂടി, അതായത് ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് ആണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാൻ റവ ഒന്ന് ഇതിൽ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. ഇത് നന്നായിട്ട് ഈ സവാള പച്ചമുളകിൻ്റെ കൂട്ടിൽ കിടന്ന് നന്നായിട്ട് റവ റോസ്റ്റ് ചെയ്ത് ഒരു ലൈറ്റ് ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് വരുമ്പോഴേക്കും ആണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. സാധാരണ ചിലർ വെള്ളമാണ് ആദ്യം ചേർക്കുന്നത്. അത് എന്നിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് റവ ചേർക്കും. ഏതാണെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ഈ മസാലയുടെയൊക്കെ ടേസ്റ്റ് റവയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ നല്ലൊരു ഫീലാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കൊറിയാൻഡർ ലീവ്സ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മല്ലിയിലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. റവ നല്ല ചരൽ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ ആവണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഈ അവസാനം അല്പം ഗീ ചേർത്താൽ ഉപ്മാവിന് മൊത്തത്തിൽ ഒരു ഗീയുടെ ടേസ്റ്റ് വരും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തമായിട്ടും ഗീയിൽ തന്നെ കുക്ക് ചെയ്യാവുന്നതുമാണ്. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്യേണ്ട സമയമായി. ഇനിയാണ് നമ്മളുടെ ഒരു ട്വിസ്റ്റ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ഈ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. വെള്ളം റവയിലേക്ക് ചേർത്താലും റവ വെള്ളത്തിലേക്ക് ചേർത്താലും ഞാൻ ഇതുപോലെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഈ റവ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സ്റ്റവ് ഓണായിരിക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ
വളരെ പ്രയാസപ്പെട്ട് വേഗം നമ്മൾ കട്ട പിടിക്കാതെ അടിക്ക് പിടിക്കാതെ ഒക്കെ ഇളക്കേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് അത് പതുക്കെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഓഫിലാണ്, സ്റ്റൗ ഓഫാണ്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വളരെ നേരിയതായിട്ട് വളരെ ചെറുതായിട്ടും ഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിനധികം വേവൊന്നുമില്ല, ഒന്ന് ചൂട് കയറിയാൽ മതി. അപ്പോൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് നന്നായിട്ട് ഈ റവ മാവിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കണ്ടോ, ഒരു ടെൻഷനും ഇല്ല. നമുക്ക് ഇനി എന്തൊക്കെ ചേർക്കാനുണ്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അധികം വേവില്ലാത്ത കണ്ടൻസൊക്കെ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിവിടെ തട്ടിപ്പൊത്തി വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് ഒന്ന് പതുക്കെ പൊത്തി വയ്ക്കുക. എന്നിട്ട് ഇത് ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു. ഇനി നമുക്ക് വളരെ ലോ ഫ്ലെയിമിൽ കേട്ടോ, കൂടുതൽ ഫ്ലെയിം വെക്കരുത്, ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ ഇത് കവർ ചെയ്തിട്ട് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയാണ് കുക്കിംഗ് ടൈം. 8 to 10 മിനിറ്റ്സ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യണം അടച്ചു വെച്ചിട്ട്. അപ്പം ഉപ്മാവ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ളത് കിട്ടും. പക്ഷേ 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അടിയിലെ ഭാഗമൊക്കെ അല്ലെങ്കിൽ മുരിഞ്ഞ് പോകണ പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മേളിലാകത്തക്ക വിധം ഒന്ന് മിക്സ് ചെയ്ത് മറിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും കവർ ചെയ്ത് ഇനി ഒരു 5 മിനിറ്റ്സ് ആണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. കാരണം 3 മിനിറ്റ്സ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഉപ്മാവൊക്കെ നല്ല യമ്മിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയുണ്ട്. 2 ടീസ്പൂൺ കാഷ്യൂസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, വളരെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തത്. റോസ്റ്റഡ് കാഷ്യൂ അല്ല കേട്ടോ, നമ്മളുടെ സാധാരണ കാഷ്യൂസ് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 2 ടീസ്പൂൺ നന്നായിട്ട് വിതറി കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ കാഷ്യൂസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്തൊരു 30 സെക്കൻഡ് നമുക്ക് കവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞു സെർവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഉപ്മാവ് വളരെ ടേസ്റ്റായിട്ടുള്ളതും യമ്മിയുമായിട്ടുള്ള ഉപ്മാവ് റെഡി. കണ്ടോ, റവയൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിനകത്തുള്ള എല്ലാ കണ്ടൻസും കാണാം. റവയൊക്കെ നല്ല യമ്മിയായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. പിന്നെ ഇതിൻ്റെ കാഷ്യൂസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, സോഫ്റ്റാണ്. അത് കഴിക്കുമ്പോൾ കാഷ്യൂസൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. വളരെ ടേസ്റ്റുമാണ് കേട്ടോ, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിലും വളരെ നല്ലൊരു മീലാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നോമ്പുതുറയും ഇഫ്താർ വിരുന്നുമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിലുള്ളവരെ കൂടി നല്ല സന്തോഷമായിട്ട് കഴിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.